പാഠം 566. ചില യോഗ്യന്മാരായ ആണുങ്ങൾ. ഭർത്താവിനെയും കുട്ടികളെ ഉപേക്ഷിച്ച് കാമുകന്റെ കൂടെ ഒളിച്ചോടിപ്പോയ സ്ത്രീയെ പോലീസ് കണ്ടെത്തി. ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റൊരാളുടെ കൂടെ ഒളിച്ചോടിപ്പോയ സ്ത്രീയെ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തി കോടതിയിൽ ഹാജരാക്കി. പക്ഷേ കോടതിയിൽ വെച്ച് ഭർത്താവിന്റെ കൂടെ പോകാൻ വിസമ്മതിച്ച സ്ത്രീയെ അവരുടെ സുഹൃത്തായ അഭിഭാഷകയുടെ കൂടെ കോടതി പറഞ്ഞയച്ചു. കൊള്ളാം, വക്കീലന്മാർ വന്ന് വന്ന് കുടുംബം കലക്കുന്ന ഒരു തൊഴിലാക്കി മാറ്റിയിരിക്കുക. നീ വാർത്ത വായിച്ചോ ഭാമേ? സ്വന്തം ഭർത്താവിനെയും കുട്ടികളെയും ഉപേക്ഷിച്ച് ഒരു സ്ത്രീ ഒളിച്ചോടിപ്പോയി. ഭർത്താവിന്റെ പരാതിയെ തുടർന്ന് പോലീസ് അന്വേഷിച്ച് ആ സ്ത്രീയെ കണ്ടുപിടിച്ച് കോടതിയിൽ കൊണ്ടുചെന്നു. വിവരമറിഞ്ഞ് ആ പാവം ഭർത്താവ് കോടതിയിൽ ചെന്നു. അവിടെ വെച്ച് ആ സ്ത്രീ പരസ്യമായി ഭർത്താവിനെ തള്ളിപ്പറഞ്ഞു. അതോടെ അവരുടെ കൂട്ടുകാരിയായ ഒരു പെൺവക്കീലിന്റെ കൂടെ ആ സ്ത്രീയെ കോടതി പറഞ്ഞയച്ചു. അതിനെന്താണ്? പ്രായപൂർത്തിയായ ഒരു സ്ത്രീക്ക് ആരുടെ കൂടെ പോണോന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവരുടെ ഭർത്താവാണ് കോടതി ചെന്നത്. അതുകൊണ്ട് എന്താണ്? ഈ പറയുന്ന ഭർത്താവിനോടൊപ്പമുള്ള ജീവിതം അടുത്തുകൊണ്ടാണല്ലോ അവർ കാമുവിനോട് ഓടിപ്പോയത്. അവരെ തിരിച്ചു വിളിച്ചുകൊണ്ട് വന്ന് നിങ്ങൾ ഭർത്താവിന്റെ കൂടെ താമസിച്ചേ പറ്റൂ എന്നൊന്നും പറയാൻ കോടതിക്ക് പറ്റില്ല. ഭർത്താവിന്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല എന്നൊരു സ്ത്രീ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ താമസിക്കണമെന്ന് അവരെ നിർബന്ധിക്കാൻ പറ്റുമോ? ഭാര്യ ജീവിക്കേണ്ടത് ഭർത്താവിന്റെ കൂടെയാണ് എന്ന് ഇന്ത്യൻ ഭരണഘടന തന്നെ പറഞ്ഞിട്ടുണ്ടോ? പ്രായപൂർത്തിയായ ഒരാളെ മറ്റൊരാളുടെ കൂടെ ജീവിക്കാൻ എങ്ങനെ നിർബന്ധിക്കാൻ പറ്റും മോനട്ടാ? ഈ പറയുന്ന ഭർത്താവ് ഭയങ്കര തെമ്മാടിയും കള്ളുകൂടിയും ഒക്കെ ആയിരിക്കും. ആ പാവ സ്ത്രീ അയാളുടെ കൂടെ ജീവിച്ച് മടുത്ത നേരത്ത് മറ്റൊരാളെ കണ്ടു. അയാൾ അവളോട് സ്നേഹത്തോടെ പെരുമാറി കാണും. അതവർക്കൊരു ആശ്വാസമായി അയാളുടെ കൂടെ പോയി. അതെന്താണ് ഇത്ര വലിയ പുതുമ? ഹലോ, ആ വിദ്യ, ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാതിരിക്കായിരുന്നു. ഇന്നലെ രാത്രി തന്നെ നീ വിളിക്കുമെന്ന് പറഞ്ഞതല്ലായിരുന്നോ? ആ, ഞാൻ ഏൽപ്പിച്ച കാര്യം എന്തായി? ഓ, ആ സംസാരിച്ചോ? അത് മതി. മഹേഷിന്റെ കേസായതുകൊണ്ട് ഇനി അത് മാറ്റിവെക്കാൻ പറ്റില്ല. ഈ വേഷത്തിൽ ഇന്നൊരു താമസം ഉണ്ടാവില്ല എന്ന് ഞാൻ മഹേഷിന് വാക്ക് കൊടുത്തു. ആ വാക്ക് തെറ്റിയ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? മഹേഷിനെ കാണുമ്പോൾ ഞാനങ്ങനെ മുഖത്ത് നോക്കും. അതുകൊണ്ടാ. അപ്പോ ഇന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാവല്ലോ. മതി, സന്തോഷം. മഹേഷോ? ഏത് മഹേഷ്? ടൗണിൽ സ്റ്റേഷനറി ഷോപ്പ് നടത്തുന്ന മഹേഷ്. മോഹനേട്ടൻ അറിയാൻ വഴിയില്ല. ആള് രസികനാ മോഹനേട്ടാ. എപ്പോഴും എന്തെങ്കിലുമൊക്കെ തമാശ പറഞ്ഞോണ്ടിരിക്കും. പെമ്പിള്ളാർക്ക് മഹേഷ് എന്ന് പറഞ്ഞ ജീവനാ. നിനക്കോ? ഞാനെന്താ പെണ്ണല്ലേ? സത്യം പറഞ്ഞ മഹേഷിനോട് സംസാരിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നേരം പോകുന്ന അറിയില്ല മോനട്ടാ. ഇന്നലെ ഞാൻ കട ചെന്നപ്പോ ഒരു കേസിന്റെ കാര്യം പറഞ്ഞിരുന്നു. ഇന്ന് തന്നെ അതിനൊരു തീരുമാനം ഉണ്ടാക്കില്ലെങ്കിൽ പിന്നെ എനിക്ക് മഹേഷിന്റെ മുഖത്ത് നോക്കാൻ പറ്റൂ? ഈ മഹേഷ് ആരാ? നിന്റെ ഭർത്താവോ? അയാളെ പറ്റി സ്നേഹത്തോടെ സംസാരിക്കാൻ? മോഹനേട്ടൻ എന്താണ് ഇങ്ങനെ വെറുതെ എഴുതാപ്പുറം വായിക്കണേ? ഞാൻ എനിക്ക് പരിചയമുള്ള ഒരാളുടെ കാര്യം പറഞ്ഞു. പേര് മഹേഷ്. ആള് സുന്ദരൻ, ചെറുപ്പക്കാരൻ. ആളുകളോട് സ്നേഹമായിട്ട് സമാധാനമായിട്ടൊക്കെ സംസാരിക്കാൻ അറിയാം. അത്രയേ ഉള്ളു കാര്യം. അത്ര അല്ലല്ലോ ഉള്ളത്. മറ്റൊരു പുരുഷനെ പറ്റി വാദോരാ സംസാരിക്കുന്നത് ഒരു സ്ത്രീക്ക് നല്ലതല്ല. ഇതാണ് മോഹനേട്ട കുഴപ്പം. മോഹനേട്ട സ്നേഹമായിട്ടോ വാത്സല്യമായിട്ടോ ഇതുവരെ എന്നോട് ഒരു വാക്കെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്ത് ചെയ്താലും കുറ്റം, എന്ത് പറഞ്ഞാലും വഴക്ക്. മോഹനേട്ടൻ ഇതുവരെ മനസ്സോർന്ന് തമാശയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒന്ന് ഉറക്കെ ചിരിച്ചിട്ടുണ്ടോ? ഹാ, ഇതെല്ലാം മഹേഷിനെ കണ്ടു പഠിക്കണം. നമ്മളോട് എന്തൊരു സ്നേഹമാണെന്നറിയാമോ? കാണുന്ന പാടെ വീട്ടിലെ കാര്യം കേസിന്റെ കാര്യം എല്ലാം തിരക്കും. കടയിൽ ചെന്നാൽ അവിടെ തിരിച്ചു പോരുന്നത് വരെ തമാശകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ആരായാലും ഇഷ്ടപ്പെട്ടു പോ മഹേഷിനെ. ഇപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി. ഇതാണ് ആ പത്രത്തിലെ വാർത്തയുടെ കാര്യം പറഞ്ഞപ്പോ നീ ആ സ്ത്രീയുടെ പക്ഷത്ത് നിന്നത്.
ഭർത്താവിനെ ധിക്കരിച്ച് മറ്റൊരു പുരുഷന്റെ കൂടെ ഇറങ്ങിപ്പോയ സ്ത്രീയെ നീ ന്യായീകരിച്ചു. എങ്ങനെ ന്യായീകരിക്കായിരിക്കും? നിന്റെ മനസ്സിലും അതൊക്കെ തന്നെയല്ലേ? മോഹനേട്ടൻ ഇപ്പോൾ 1 നൂറ്റാണ്ട് പുറകിലാ ജീവിച്ചോണ്ടിരിക്കുന്നത്. അതിന്റെ എല്ലാ ദോഷം മോഹനേട്ടനുണ്ട് താനോ? ഞാൻ പറഞ്ഞല്ലോ മോഹനേട്ടാ, ഭർത്താവിന്റെ വാശിയും ദേഷ്യം ചവിട്ടും തുപ്പുമേറ്റ് മരണം വരെ കഴിഞ്ഞിരുന്ന പെണ്ണുങ്ങളുടെ കാലം കഴിഞ്ഞു. ഭർത്താവ് ഭാര്യയോട് മാന്യമായി പെരുമാറില്ലെങ്കിൽ ഭാര്യ മാന്യമായി പെരുമാറുന്നതോട് കൂടെ പോകും. അതോർത്തിട്ട് പിന്നെ കാര്യം ഉണ്ടാവില്ലേ? അതായത് നീ പറഞ്ഞു വരുന്നത്, ഞാൻ നിന്നോട് മാന്യമായി പെരുമാറിയില്ല എങ്കിൽ നീ ആ സ്റ്റേഷനിൽ കിടത്തുന്ന മഹേഷിന്റെ കൂടെ ഇറങ്ങിപ്പോകുന്നു എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല, ഞാനിപ്പോ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും മഹേഷിന് സമ്മതമാണെന്ന് എനിക്കറിയില്ലല്ലോ. അതെ, വഴക്കുണ്ടാക്കാനാണെങ്കിൽ വേറെ എന്തോരം നല്ല കാരണങ്ങളുണ്ട്. നമുക്ക് ഈ വിഷയം വിടാം. ഒരു കാര്യം മാത്രം മോഹന്റെ മനസ്സിൽ കരുതിയാൽ മതി. ഇനിയുള്ള കാര്യത്ത് ഭാര്യ കൂടെ തന്നെ വേണമെന്ന് നിർബന്ധമുള്ള ഭർത്താക്കന്മാർ ഭാര്യയോട് ഒരല്പം മാന്യമായിട്ട് പെരുമാറുന്നാവും നല്ലത്. ഇല്ലെങ്കിൽ പത്രത്തിൽ കണ്ടതുപോലെ വേറെ ഏതെങ്കിലും കൊള്ളാവുന്ന ആണുങ്ങളെ കാണുമ്പോ ഭാര്യ ഇറങ്ങി സ്ഥലം വിട്ടുന്നിരിക്കും. കുടുംബ ബന്ധത്തിനൊന്നും ഒരു വിലയില്ലാതായി. ഭർത്താവിനെ ഉപേക്ഷിച്ച് ഭാര്യ വേറൊരുത്തരോട് പോയെന്ന്. ഈശ്വര, ഈ നാടിന്റെ അവസ്ഥ എന്താവും? എന്റെ കാഞ്ഞന സാറേ, എന്നാൽ ഗിരിജ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഇങ്ങനെയുള്ള പെണ്ണുങ്ങൾ ഉണ്ടല്ലോ. അത് പ്രഭയ്ക്ക് അറിയാഞ്ഞിട്ടാ. ഗിരിജയെ പോലുള്ള എത്രയോ പെണ്ണുങ്ങളെ എനിക്കറിയാം. കാലം മാറിപ്പോയി പ്രഭേ. ഇപ്പോഴത്തെ പെണ്ണുങ്ങളൊന്നും നമ്മളെ പോലല്ല. എന്നാൽ ഇത് കുറച്ച് അക്രമമായിപ്പോയി. പറഞ്ഞു വരുമ്പോ ഹരിദാസന് എന്താ ഒരു കുറവ്? മംഗലശ്ശേരി പോലൊരു തറവാടിൽ ഒരൊറ്റ അവകാശി, കാണാൻ സുന്ദരൻ, നല്ല വിദ്യാഭ്യാസം, ഒന്നാന്തരം ജോലി. ഇതിൽ കൂടുതൽ ഒരാളിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കണം? അത് മാത്രല്ലല്ലോ പ്രഭേ, അയാളുടെ സ്വഭാവം. ഗിരിജയോട് എന്ത് സ്നേഹ. വേറൊരു പെണ്ണിന്റെ മുഖത്ത് നോക്കില്ല. ആഫീസിൽ എന്തായാലും വേറെ പെണ്ണുങ്ങൾ ഉണ്ടാവുമല്ലോ. അവരോട് ആരോടെങ്കിലും ഹരിദാസൻ കൊഞ്ചു കുഴയാനോ വർത്തമാനം പറയാനോ പോയതായി എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? കള്ളു കുടിക്കില്ല, പുകവലിക്കില്ല. സത്യം പറഞ്ഞ ഇപ്പോഴത്തെ കാലത്ത് തങ്കപ്പെട്ട സ്വഭാവമുള്ള ഒരാണിന് കിട്ടാൻ പ്രയാസമാണ്. ഇപ്പൊ എന്റെ പ്രഹ്ലാദൻ ചേട്ടന്റെ കാര്യം തന്നെ എടുത്തു നോക്കാം. ഒരു ദിവസം 2 പാക്കറ്റ് സിഗരറ്റ്, ആഴ്ചയിൽ കുറഞ്ഞത് 2 തവണയെങ്കിലും കള്ളു കുടിക്കും. അതൊക്കെ നിർത്താൻ ഞാൻ കാല് പിടിച്ച് പറഞ്ഞിട്ട് നാളെത്രയായി? മൈൻഡ് ചെയ്യില്ല. എല്ലാ ആണുങ്ങളും ഇങ്ങനെയൊക്കെ തന്നെ കാഞ്ഞന സാറേ. ഗിരിജയ്ക്ക് ഹരിദാസനെ കിട്ടിയത് അവളുടെ മഹാഭാഗ്യമായി. പക്ഷേ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി അവൾക്ക് ഇല്ലാതെ പോയതുകൊണ്ടല്ലേ അവൾ ആ സുന്ദരേശന്റെ കൂടെ ഇറങ്ങി പോയത്. സുന്ദരേശന്റെ സ്വഭാവം ഗിരിജയ്ക്ക് ശരിക്കും അറിയില്ല. മിക്കവാറും കള്ളു കുടിക്കും. കയ്യിലില്ലാത്ത ചീത്ത സ്വഭാവങ്ങൾ ഒന്നുമില്ല. പിന്നെ പെണ്ണുങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ സംസാരിക്കാൻ അറിയാം. കളിയും ചിരിയും തമാശയും അതൊക്കെ കാണുമ്പോ ഏത് പെണ്ണും വീണുപോകും. ഗിരിജയ്ക്ക് അതാവും പറ്റിയത്. പിന്നെ പറയുമ്പോ മുഴുവൻ പറയണല്ലോ കാഞ്ഞന സാറേ. ഹരിദാസന്റെ കയ്യിലുണ്ട് കുറച്ച് കുഴപ്പം. എന്ത് കുഴപ്പം? ഗിരിജ സുന്ദരേശനോട് അടുത്ത് ഇടപഴകുന്നതും ഫോൺ വിളിക്കുന്നതൊക്കെ ഹരിദാസൻ അറിഞ്ഞതാണല്ലോ. അപ്പോഴയാൾ അത് ഗൗനിച്ചില്ല. ഗിരിജയെ കണ്ണും പൂട്ടി വിശ്വസിച്ചു. ഭാര്യയായാലും അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കരുത്. പറഞ്ഞു വിലക്കേണ്ടടുത്ത് ഹരിദാസൻ ഗിരിജയെ പറഞ്ഞു വിലക്കണമായിരുന്നു. അത് ചെയ്യാതെ ഭാര്യയെ സ്നേഹിച്ചു. ഒടുവിൽ എന്തായി? ഗിരിജ സുന്ദരേശന്റെ കൂടെ സ്ഥലം വിട്ടു. ഇനി ഹരിദാസൻ എന്ത് ചെയ്യുമെന്നാ ഞാൻ ആലോചിക്കുന്നേ. എന്ത് ചെയ്യാൻ? അകനാണക്കേടായില്ലേ? ഭാര്യ കളഞ്ഞിട്ട് പോയാലേ നാട്ടുകാർ വില വെക്കോ? ഇനിയുള്ള കാലം നാണം കെട്ട് കഴിയാം. പാവം. നമസ്കാരം സാർ. ഇതൊരു വില്ലേജ് ഓഫീസാണ്. നാട്ടിലെ കഥകളും പരദൂഷങ്ങളും പറയേണ്ട സ്ഥലമല്ല ഇത്. അതല്ല സാർ. ഒന്ന് പറയണ്ട. ഹരിദാസന്റെ കാര്യം ഹരിദാസൻ നോക്കിക്കോളും. നിങ്ങൾ ഈ ഓഫീസിലെ കാര്യം നോക്കിയാൽ മതി. ശിശുപാലനോടെ ഒന്നില്ലേ? വന്നു. ചായ കുടിക്കാൻ പുറത്തു പോയിരിക്കാം. ആഫീസ് സമയത്തല്ല ചായ കുടിക്കാനുള്ളത്. ശിശുപാലൻ വരുമ്പോ എന്നെ കണ്ടിട്ട് ജോലി തുടങ്ങിയാൽ മതി എന്ന് പറയണം.
രാവിലെ നല്ല ദേഷ്യത്തിലാണല്ലോ കാഞ്ഞിര സാറേ. എന്താ സംഭവം? മോനിഷ സാറിന് എപ്പോഴാ ചൂടില്ലാത്തെ? ഇന്ന് പുറത്തൊന്നും പോകുന്നില്ലെന്നല്ലേ അവള് പറഞ്ഞത്? പിന്നെന്താ ഫോൺ എടുക്കാത്തത്? സാറ് വന്നല്ലേ? വന്നു. നല്ല ദേഷ്യത്തില. സാറിനെ കണ്ടിട്ട് ജോലി ചെയ്താൽ മതിയെന്ന് ശിശുപാലൻ ചേട്ടനോട് പറയാൻ പറഞ്ഞു. ദൈവമേ, ഞാൻ ചായ കുടിക്കാൻ പോയതാണ്, നിങ്ങൾ പറഞ്ഞില്ലേ? അതൊക്കെ പറഞ്ഞു. പക്ഷേ സാറിന്ന് നല്ല മൂഴിലെല്ലാം തോന്നുന്നു. മോഹന്താ ഇങ്ങനെ ഇരിക്കുന്നു. ഇങ്ങനെ? എന്റെ ശിശുപാലൻ ചേട്ടാ, ഞങ്ങളുടെ കഷ്ടകാലത്തിന് സാറ് വന്നത് ഞങ്ങൾ കണ്ടില്ല. പൂങ്കിനാവ് വാരികയിലെ കരയാൻ കണ്ണീർ ബാക്കിയില്ല എന്ന നോവലിലെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങള്. അതിനിടയിലെ സാറ് വന്നത്. അപ്പൊ നിങ്ങളും ചീത്ത കേട്ടു എന്നുള്ള ഉറപ്പാ? അങ്ങനെയൊന്നും കാര്യമായിട്ട് പറഞ്ഞില്ല. പക്ഷെ ആള് ദേഷ്യത്തില. ചുരുക്കി പറഞ്ഞ ഇന്നത്തെ കളി എന്റെ നെഞ്ചത്താണെന്നുള്ള കാര്യം ഉറപ്പാ. ഈശ്വര രക്ഷിക്കണേ. പോയി നോക്കട്ടെ. സാർ, സാറ് കാണാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. സത്യമായിട്ട് ഞാൻ 9:45 വന്നതാണ് സാർ. ആഫീസ് തുറന്ന് എല്ലാം അടുക്കി വെച്ചപ്പോഴേക്കും കാഞ്ചന സാറും പ്രൊഫസറും കൂടെ വന്നു. അവര് വന്നല്ലോ എന്ന് കരുതി ഒരു ചായ കുടിക്കാൻ പോയതാ. ചായ കുടിക്കാൻ പോയതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. സാറിനെ കണ്ടിട്ട് ജോലി തുടങ്ങിയാൽ മതി എന്ന് പ്രൊഫസർ പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു എന്നുള്ളത് നേരാണ്. പക്ഷെ അത് വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. ശിശുപാലിന് ടൗണിൽ സ്റ്റേഷനറി നടത്തുന്ന മഹേഷിനെ അറിയാമോ? അറിയാം സാർ. അവനാളെങ്ങനെയാ? എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവന്റെ സ്വഭാവം എങ്ങനെയാണ് എന്ന് ഉള്ളത് പറയാലോ സാറേ. 6 വഷളനാ. ബാക്കി എല്ലാം സഹിക്കാം. പക്ഷെ പെണ്ണുങ്ങളുമായിട്ടുള്ള ഇടപാടാ സഹിക്കാൻ പറ്റാത്ത. ആ കടയിൽ വരുന്ന സകല പെണ്ണുങ്ങളോടും ചിരിയും കളിയും നേരം പോക്ക് പറിച്ചിടും അവന്റെ ജോലി. അവന്റെ വർത്താനം കേട്ട ഏത് പെണ്ണുങ്ങളും വീഴുമെന്നാ കടയിലെ ജോലിക്കാര് പറയുന്നത്. സത്യം പറഞ്ഞ അവനെ അറിയുന്നവരാരും വീട്ടിലുള്ള പെണ്ണുങ്ങളെ ആ കടയിലേക്ക് വിടില്ല. അത്രയ്ക്ക് വൃത്തികെട്ടവനാ. അവന്റെ ചിരിയിലും വർത്തമാനത്തിലും വീഴുന്നത് സാധാരണ പെണ്ണുങ്ങൾ മാത്രമല്ല സാറേ. സർക്കാർ സ്കൂളിൽ ടീച്ചറും ഉണ്ട്. അവരുടെ കല്യാണം കഴിഞ്ഞതാ. അവരും ഈ മഹേഷുമായിട്ട് ഭയങ്കര പ്രേമായിരുന്നു. ഒരിക്കൽ സംഭവം അറിഞ്ഞ് ടീച്ചറെ ഭർത്താവ് ഗുണ്ടകളെ വിട്ട് മഹേഷിനെ തല്ലിച്ചു. പക്ഷെ തല്ലുകൊണ്ട് അവൻ ആശുപത്രി കിടന്നപ്പോ കാണാൻ അതേ ടീച്ചർ ചെന്നിരിക്കുന്നു. അതാ അവന്റെ സാമർഥ്യം. അവനെപ്പറ്റി എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും ഈ പെണ്ണുങ്ങൾ വിശ്വസിക്കില്ല. അല്ല, സാറെന്താ അവനെ പറ്റി ചോദിച്ചേ? ഒന്നുമില്ല, വെറുതെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ചോദിച്ചാ. ഓ, ശിശുപാലൻ പോയിക്കോളൂ. ആ ശരി. വീട്ടിലില്ലേ?
ഹലോ, അതെ ഉത്തമനാണ്. സുധാകരൻ സാറേ, സാറിന്റെ കാര്യം ഞാൻ മോഹനേട്ടൻ സാറിന്റെ അടുത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. നോക്കാന്ന് സാറ് പറഞ്ഞിട്ടുമുണ്ട്. അയ്യോ, അങ്ങനെ പിന്നെയും ചോദിച്ചാൽ മോഹനേട്ടൻ സാറിന് ദേഷ്യം വരും. ആള് ഒരു പ്രത്യേക ടൈപ്പാണ്. എന്ത് സാറേ? എന്തായാലും ഞാൻ ഒന്ന് സംസാരിച്ച് നോക്കട്ടെ. ശരി. അമ്പോ, ഈശ്വര, മോഹനേട്ടൻ സാറല്ലേ? പറഞ്ഞ് നാക്ക് വായിലിട്ടപ്പോഴേക്കും ആളിങ്ങെത്തി. നമസ്കാരമുണ്ട് സാർ. നമസ്കാരം. സാറിന് ഭയങ്കര ആയുസ് തന്നെ. മനസ്സിലായില്ല. അല്ല, ഞാൻ സ്റ്റേറ്റ് ബാങ്കിലെ സുധാകരൻ സാറായിട്ട് ഫോണിൽ സാറിനെ പറ്റി സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. ആ കൈവശാവകാശ സർട്ടിഫിക്കറ്റിന്റെ കാര്യമല്ലേ? നാളെയോ മറ്റന്നാളോ സുധാകരൻ സാറിനോട് വില്ലേജ് ഓഫീസിലേക്ക് വരാൻ പറയൂ. കാര്യങ്ങൾ ഞാൻ നേരിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. വലിയ ഉപകാരം സാറേ. ശരി. ഉത്തമ, എന്ത് സാറേ? ടൗണിൽ സ്റ്റേഷനറി കട നടത്തുന്ന ഒരു മഹേഷിനെ ഉത്തമൻ അറിയാമോ? അറിയാം സാറേ. ആളെങ്ങനെയാ? എങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചാ അത് പിന്നെ അറിയില്ലേ? അല്ല, അറിയാം. സാറിന്റെ ആവശ്യം എന്താണെന്ന് പറഞ്ഞെങ്കിൽ അത് ആവശ്യം ഞാൻ പറയാം. പക്ഷെ ആദ്യം ഉത്തമന് അവനെ പറ്റി അറിയാവുന്ന കാര്യങ്ങൾ പറയൂ. അല്ല, അതിപ്പോ സാറേ അല്ല, പറഞ്ഞു വരുമ്പോ ഈ മഹേഷ് ആളത്ര ശരിയല്ല. ശരിയല്ലെന്ന് പറഞ്ഞാൽ? ശരിയല്ല എന്ന് പറഞ്ഞ ആണുങ്ങൾക്ക് അവനൊരു പ്രശ്നമാണ്. അതേസമയം പെണ്ണുങ്ങള് അവന്റെ കാര്യം പറഞ്ഞാൽ മരിക്കും. പെണ്ണുങ്ങളെ പാട്ടിലാക്കാൻ ഒരു പ്രത്യേക സാമർഥ്യമുണ്ട് സാറേ. ചിരിയും കളിയും തമാശയൊക്കെ ആയിട്ട് അവൻ അവരെ പറ്റിച്ചു കളയും. പിന്നെ സാറായതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം. നമ്മുടെ ബാർബർ വിജയ് 2 മാസത്തിന് മുമ്പ് കുറച്ചു ദിവസം ആശുപത്രി കിടന്ന സാറിന് ഓർമ്മയുണ്ടോ? കുളിമുറിയിൽ വീണ് കൈയൊടിഞ്ഞതല്ലേ? അത് പുറത്ത് പറഞ്ഞ കഥ. സത്യത്തിൽ അതല്ല സംഭവിച്ചത്. പിന്നെ ബാർബർ വിജയന്റെ ഭാര്യ രാധാമണി മഹേഷിന്റെ കടയിലെ ഒരു സ്ഥിര ആളായിരുന്നു. എല്ലാ പെണ്ണുങ്ങളെയും പോലെ രാധാമണി മഹേഷിന്റെ സംസാരത്തിൽ അങ്ങ് വീണ്. ബാർബർ വിജയ സംഭവം അറിഞ്ഞ് രാധാമണിയെ ഒന്ന് വഴക്ക് പറഞ്ഞു. മഹേഷിനെ വിശ്വസിക്കാൻ കൊള്ളൂല, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു കാണും. രാധാമണി എന്ത് ചെയ്തു? അത് മഹേഷിനോട് പറഞ്ഞു. വൈകിട്ട് കട അടച്ച് വീട്ടിലേക്ക് പോകുമ്പോ മഹേഷ് വിജയന്റെ മുമ്പില് എന്നെ പറ്റി നീ അനാവശ്യം പറയുമല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ഒറ്റ അടി കയറണ കുട്ടിക്ക്. ആ അടിയും കൊണ്ട് വിജയൻ കയ്യും കുത്തി അടക്കണം. അങ്ങനെയാണ് വിജയന്റെ കൈ ഒടിഞ്ഞത്. വിജയന്റെ ഭാര്യയോട് മഹേഷിനെ പറ്റി പറഞ്ഞതിന് മഹേഷ് വിജയനെ തല്ലുകയോ? അതല്ലേ സാറേ രസം. കൈ ഒടിഞ്ഞ വിജയൻ പോലീസിൽ പരാതിപ്പെട്ടാലോ എന്ന് ആലോചിച്ചതാ. പക്ഷെ രാധാമണി സമ്മതിച്ചില്ല. മഹേഷിനെ പറ്റി പോലീസിൽ പരാതി കൊടുത്താ ഞാൻ ഇറങ്ങി മഹേഷിന്റെ അടുത്ത് എങ്ങോട്ടെങ്കിലും ഇറങ്ങി പൊക്കളയും എന്ന് പറഞ്ഞതല്ലേ. നാണക്കേട് ഭയന്നാണ് കുളിമുറിയിൽ വീണ് കൈയൊടിഞ്ഞു എന്നുള്ളൊരു കഥ ഉണ്ടാക്കിയത്. ഈ മഹേഷ് എന്ന് പറയുന്നവൻ കള്ളനാണ്, സൂക്ഷിക്കണം. അല്ല, അത് പോട്ട് സാർ എന്തിനാണ് ഇപ്പൊ മഹേഷിനെ പറ്റി ചോദിച്ചത്? ആരുടേത്? അയ്യോ, ഇത് മഹേഷല്ലേ? മോഹനേഷൻ സാറല്ലേ, വില്ലേജ് ഓഫീസർ? എന്തിനാ മഹേഷേ? ഞാൻ ഈ സാറിനൊന്ന് കാണാൻ വന്നതാ. അടി വരുന്നതിന് ഓടുന്നതാണ് നല്ലത്. അവിടെ എല്ലാം പറഞ്ഞു കൊടുത്തു കാണും. എന്ത് കാര്യം? സാറിനതറിയാലോ? ഇല്ല സാറേ. എനിക്കൊന്നും അറിഞ്ഞൂടാ. സാറിന് അറിയില്ലേ? നീ കാര്യം പറയട്ടെ മഹേഷേ. എന്റെ പൊന്ന് സാറേ, വക്കീൽ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാനൊരു പാവ. അത് ഞാൻ സാറിന്റെ അടുത്ത് പറയായിരുന്നു. എന്നെ ഉപദ്രവിക്കില്ലെന്ന് പറയണം. വക്കീൽ ഇടക്കിടെ കടയിൽ വരും. ഞാൻ ഓരോ നേരം പൊക്കികൾ പറയും. വക്കീലത് മൈൻഡ് ചെയ്യാറില്ല. ഇന്നലെ ഞാൻ എന്തോ പറഞ്ഞു വന്നപ്പോ ഞാനെന്തോ മോശമായിട്ട് പറഞ്ഞു. വക്കീലിന് ദേഷ്യം വന്നു. മഹേഷ് കുറെ നാളായി നമ്പർ ഇറക്കുന്നു, അതെന്റെ അടുത്ത് നടക്കില്ല എന്ന് വക്കീൽ പറഞ്ഞപ്പോ ഞാനെന്തോ തിരിച്ചു മോശമായി പറഞ്ഞു. ചിലപ്പോ വല്ല ചെറിയ തെറിയല്ലോ ആയിരിക്കും.
മഹേഷിന്റെ കേസ് ഞാൻ ഏറ്റു. നാളെ വൈകുന്നേരത്തിനകം ഈ കേസിൽ ഒരു തീരുമാനം ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് വക്കീൽ ഒരൊറ്റ പോക്ക്. സംഭവത്തിന്റെ ഗൗരവം അന്നേരം എനിക്ക് മനസ്സിലായില്ല. പക്ഷെ നേരം വെളുത്തപ്പം മുതൽ പോലീസുകാർ വീട്ടിലും കടയിലും വന്നു തുടങ്ങി. ഒളിച്ചു കിടന്ന് ഞാൻ മടുത്തു. സാറ് കൂടി അറിയാതെ വക്കീൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. സാർ എന്നോട് ക്ഷമിക്കണം. ഈ കേസ് സാർ എങ്ങനെയെങ്കിലും ഒന്ന് പിൻവലിപ്പിക്കണം. ഞാൻ മേലിൽ വക്കീലിനോട് അങ്ങനെ പെരുമാറൂല. ഞാൻ വേണമെങ്കിൽ വക്കീലിന്റെ കാല് പിടിക്കാം. ഹലോ. ഓവോ, അതെന്തായാലും നന്നായി. അവൻ ഇനി ഇത്തരം അഭ്യാസങ്ങൾ ആരെടുത്ത് കാണിക്കാൻ പാടില്ല. കുറച്ച് ദിവസമായിട്ട് ഞാൻ അവനെ നോക്കി വെച്ചിരിക്കായിരുന്നു. പെണ്ണുങ്ങളെന്ന് പറഞ്ഞാലേ അവന് ഒരു ബഹുമാനമില്ല. സാരമില്ല, ഇനി നല്ല ബഹുമാനം ഉണ്ടായിക്കോളും. അപ്പൊ ശരി വിദ്യ, താങ്ക്സ്. ആഹാ, മോഹനേട്ടൻ എത്തിയോ? ഇന്ന് നേരത്തെയാണോ? നീ മഹേഷിനെതിരെ കേസ് കൊടുത്തോ? ആര് പറഞ്ഞു? മഹേഷ് എന്നോട് ക്ഷമ ചോദിക്കാൻ വന്നതാ, നിന്നോട് മോശമായി പെരുമാറിയതിന്. അവൻ എന്താണ് എന്നെ പറ്റി കരുതിയത്? പലവട്ടം ഞാൻ അവനോട് പറഞ്ഞതാണ് മഹേഷെ വേഷം കെട്ട് എന്റെ അടുത്ത് എടുക്കരുതെന്ന്. അപ്പൊ അവനത് കേട്ടില്ല. ഒടുവിൽ ഇന്നലെ അവന്റെ കേസ് ഞാൻ അങ്ങ് ഏറ്റു. പറഞ്ഞതുപോലെ ഇന്ന് തന്നെ തീരുമാനമാക്കി കൊടുക്കുകയും ചെയ്തു. അവൻ പറഞ്ഞു. വിദ്യയുടെ ചെറിയച്ഛനായി ഇവിടുത്തെ DVSP. പുള്ളിക്കാരൻ ഇടപെട്ടതോടെ പോലീസിൽ നല്ല സ്പീഡായി. നീ രാവിലെ പറഞ്ഞ അങ്ങനല്ലോ. മഹേഷ് സംസാരിക്കുന്നതൊക്കെ നല്ല രസമാണെന്നല്ലേ? ഞാൻ തമാശയൊന്നും പറയാറില്ല, നിന്നോട് സ്നേഹമില്ലാത്ത ഒരാളാണ് എന്നൊക്കെയല്ലേ? ആ പത്രവാർത്ത കണ്ട ഏതോ പെണ്ണിനെ കാര്യം അറിയാതെ മോഹനേട്ടൻ കുറ്റം പറഞ്ഞപ്പോ ഞാൻ ചുമ്മാ ഒന്നും ആശയിച്ചില്ലേ. മോഹനേട്ടാ, ഭർത്താവിന്റെ സ്നേഹവും പരിഗണനയും കൊതിക്കാത്ത ഒരു പെണ്ണുങ്ങളും ഇല്ല. അത് കിട്ടാതെ വരുമ്പോ മറ്റാരുടെയും അവർക്ക് ഇഷ്ടം തോന്നി വരില്ലേ? കാര്യം അറിയാതെ വെറുതെ എന്തിനാ അവർ കുറ്റം പറയണേ? പിന്നെ എന്റെ കാര്യം, നാട്ടിലെ ഏറ്റവും യോഗ്യനായ എന്നെ മനസ്സ് നിറഞ്ഞ് സ്നേഹിക്കുന്ന ഈ വില്ലേജ് ഓഫീസറെ ഞാൻ കളയൂ? ഇതിനേക്കാട്ട് നല്ലതൊന്നും ഈ ഭൂമിയിലുണ്ടെങ്കിലല്ലേ ഇതിനും എനിക്ക് കളയേണ്ട കാര്യമുള്ളൂ. എന്ത് നന്ദി? കഷ്ടം തന്നെ മോഹനേട്ടാ. ഭാര്യ മനസ്സുറന്ന് പ്രേമിക്കാൻ വരുമ്പോ ഒരു ഉമ്മ തരുന്നതിന് പകരം നന്ദി എന്ന് പറഞ്ഞൊരു ഭർത്താവ്. എന്റെ ഈശ്വരാ, ഇത് എന്തൊരു ജീവിയാ നോക്കണേ. ചിരിച്ചും കൊഞ്ചിയും കണ്ണു കാണിച്ചും വേലയിറക്കുന്ന ആണുങ്ങളുടെ കെണിയിൽ വീണു പോകുന്ന പെണ്ണുങ്ങളുണ്ടാവും. പക്ഷേ സത്യഭാമയെ പോലെ ചങ്കൂറ്റവും അഭിമാനബോധവുമുള്ള പെണ്ണുങ്ങളാണ് നാട്ടിൽ കൂടുതൽ. ഭാര്യയുടെ ശൗര്യത്തെപ്പറ്റി മോഹനകൃഷ്ണന് മനസ്സിലായതിൽ കൂടുതൽ സ്റ്റേഷനറി കടക്കാരന് മനസ്സിലായ നിലയ്ക്ക് ഇന്നത്തേക്ക് വിടാം.